ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ശീതകാല പച്ചക്കറികളായ കോളിഫ്ലവർ, ക്യാബേജ്, ബ്രോക്കോളി ഇതൊക്കെ വളമിടുന്നതും അതിൻ്റെ പരിചരണവുമാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി ഇത്രയും കൂടി ഇതിൽ മിക്സ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ കൃഷിഭവനിൽ നിന്ന് കിട്ടിയ സമ്പൂർണ്ണ എന്ന് പറഞ്ഞിട്ടുള്ള ഇത് മൈക്രോ ന്യൂട്രിയൻ്റ് ആണ്. നമ്മുടെ ചെടികൾക്ക് അത്യാവശ്യം നമ്മൾ മറ്റ് നൈട്രജൻ ഫോസ്ഫറസ് ഒക്കെ കൊടുക്കുമ്പോൾ കിട്ടാത്തത് മൈക്രോ ന്യൂട്രിയൻ്റ് ആയിട്ട് ഇതിൽ നിന്ന് കിട്ടുമെന്നാണ് പറയുന്നത്. നമുക്കത് ഓരോ നുള്ള് നമ്മുടെ ചെടികളുടെ ചുറ്റിലും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം മറ്റ് വളങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഓരോ ചെടികളുടെ ചുവട്ടിലും വളരെ കുറഞ്ഞ അളവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ താഴെ മുട്ടിക്കിടക്കുന്ന ഇലകൾ, ഏറ്റവും അടിയിലുള്ള ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിക്കളയാം കേട്ടോ. ഈ ശീതകാല പച്ചക്കറികളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ മണ്ണിൽ മുട്ടിക്കിടന്ന് ഇതിൻ്റെ ഇലകളിൽ കൂടെ ഇത് ഫംഗസ് വന്ന് ഈ ചെടികൾ ചീത്തയായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏറ്റവും താഴെയുള്ള ഇലകളൊന്ന് കട്ട് ചെയ്ത് മാറ്റിക്കളയാം കേട്ടോ. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഒരിക്കലും ഇതിൻ്റെ ഇലകൾ മണ്ണിൽ മുട്ടിക്കിടക്കാനായിട്ട് അനുവദിക്കരുത്. അപ്പോൾ നമുക്കതൊന്ന് മുറിച്ച് മാറ്റി കൊടുക്കേ. നമ്മൾ മൈക്രോ ന്യൂട്രിയൻ്റ് വളരെ കുറച്ച് ഇതിൻ്റെ ചുറ്റിലും നീക്കിയിട്ട് കൊടുക്കുക കേട്ടോ. വളരെ കുറച്ചിട്ടാൽ മതി മൈക്രോ ന്യൂട്രിയൻ്റ്. മറ്റ് വളങ്ങളിടുന്നത് പോലെ നമ്മൾ വാരിക്കോരി ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതിന് ചുറ്റിലും ഇതേപോലെ ഇപ്പോൾ ഏതെങ്കിലും വളത്തിൻ്റെ അഭാവം ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചോളും. നമുക്ക് എല്ലാത്തിൻ്റെ ചുറ്റിലും ഇതേപോലെ ഇട്ട് കൊടുക്കും. നമ്മൾ എല്ലാ ചെടികൾക്കും മൈക്രോ ന്യൂട്രിയൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി ഈ വളമാണ് ഇട്ട് കൊടുക്കുന്നത്. അതിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് നിരത്തിയിട്ട് കൊടുക്കാം. എല്ലാത്തിൻ്റെ ചുവട്ടിനും നമുക്ക് ഓരോ പിടി വെച്ച് ഇട്ട് കൊടുക്കാം. നമ്മൾ എല്ലാത്തിൻ്റെ ചുവട്ടിലേക്കും വളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേപ്പിൻ പിണ്ണാക്ക്, ചാണകപ്പൊടി, എല്ലുപൊടി ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലോട്ട് നമുക്ക് മണ്ണിട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാനിടാൻ പോണത് നമ്മുടെ ചിന്തേറുപൊടിയുടെ കമ്പോസ്റ്റാണ്. അപ്പോൾ അതാകുമ്പോൾ നമ്മുടെ ചട്ടിക്ക് വളരെ ഭാരം കുറവായിരിക്കും. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ മണ്ണിട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ മണ്ണും എല്ലാം മിക്സ് ആയിരിക്കുന്നത് കാരണം ഇതാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ നമ്മളിട്ട് കൊടുത്തേക്കുന്ന വളം നന്നായിട്ട് കവർ ചെയ്യത്തക്ക രീതിയിൽ നമ്മളിത് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ചുവട്ടിലോട്ട് നമ്മൾ മണ്ണ് നന്നായിട്ട് ഇത് കൂട്ടി കൊടുക്കുക കേട്ടോ. അതിനനുസരിച്ചാണ് നമ്മുടെ ഈ ചെടി വളരുള്ളൂ. നന്നായിട്ട് കൂന കൂട്ടി ചുവട്ടിലോട്ട് കയറ്റി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ എല്ലാ ചെടികൾക്കും വളം ഇട്ട് കൊടുത്ത് അതിൻ്റെ മീതെ നമ്മൾ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇനി വെള്ളം ഒഴിക്കുമ്പോഴോ അല്ലെങ്കിൽ മഴ പെയ്യുമ്പോഴൊന്നും ഇതിൻ്റെ ഇലകളിലേക്ക് മണ്ണ് തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ നമ്മുടെ വീട്ടിൽ പൊതിക്കുന്ന തേങ്ങയുടെ പുതുമ്പെടുത്ത് വയ്ക്കുക, അല്ലെങ്കിൽ ഇതേപോലെ കരിയിലകളിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഇലകളിലേക്ക് മണ്ണ് തെറിക്കാതിരിക്കും. ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ ഫംഗസ് ബാധയൊക്കെ വന്ന് നമ്മുടെ ചെടികൾ നശിച്ചു പോകും. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാത്തിൻ്റെ ചുവട്ടിലും ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് വെക്കണമെന്നില്ല. നമ്മുടെ ഈ ചെടിയുടെ ചുറ്റിലും മാത്രം വെച്ച് കൊടുത്താലും മതി. ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇനി മഴ പെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്തൊക്കെ വെള്ളം കുത്തി വീണിട്ട് ഇതിൻ്റെ ഇലകളിലേക്ക് തെറിക്കും. അപ്പോൾ ഇതിന്മേൽ പുള്ളിക്കുത്ത് വീണ് ഈ ചെടി അങ്ങോട്ട് നശിച്ചു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതിന് എല്ലാത്തിനും ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ ചട്ടിയിലും വളം ഇട്ട് അതിൻ്റെ മീതെ വാഴക്കച്ചിലൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ കരിയിലിട്ട് കൊടുത്താൽ മതി. അപ്പോൾ കരിയിലും വാഴക്കച്ചിലൊക്കെ ഇട്ടാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അടുത്ത പ്രാവശ്യം വളം ഇടാറാകുമ്പോഴത്തേനും അതൊക്കെ ഒന്ന് പൊടിഞ്ഞ് ദ്രവിച്ച് അതിൻ്റെ കൂടെ തന്നെ വളമായിട്ട് മാറിക്കോളും. അല്ല, അപ്പോൾ ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പൊതുമ്പ് വെച്ചാൽ മതി. പൊതുമ്പ് വയ്ക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അടുത്ത പ്രാവശ്യം നമ്മൾ വളമിടുന്ന സമയത്ത് ഈ പൊതുമ്പൊക്കെ എടുത്ത് മാറ്റിയിട്ട് വേണം നമുക്ക് വളമിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ശീതകാല പച്ചക്കറികളൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്രയൊക്കെ ആയിട്ടുണ്ടാകും. ചിലപ്പോൾ ഇതിലും വലുതായിട്ടുണ്ടാവും. ഞാൻ ഇച്ചിരി വൈകിയാണ് നട്ടത് കേട്ടോ. അപ്പോൾ ഇതിൽ എനിക്ക് ബ്രോക്കോളി ഉണ്ട്, കോളിഫ്ലവർ ഉണ്ട്. ഇതാണ് കേട്ടോ ബ്രോക്കോളി എനിക്ക് ഒരെണ്ണമുള്ളൂ. അതിൻ്റെ സൈഡിന് ഇതുപോലെ ഒരു ലേസ് പോലെ ഉണ്ടാവും. പിന്നെ ഇതേപോലെ റൗണ്ടിലുള്ള ഇലയാണ് കേട്ടോ ക്യാബേജ്. അതേപോലെ തന്നെ ഇത് കോളിഫ്ലവറാണ്, നീളത്തിലുള്ള ഇല. അപ്പോൾ എൻ്റെ അടുത്ത് ഈ 3 ടൈപ്പ്
ശീതകാല പച്ചക്കറികളുള്ളൂ. പിന്നെ ഞാൻ നട്ടേക്കുന്നത് ചുമന്നുള്ളിയാണ്. അപ്പോൾ അതിനൊന്നും ഇങ്ങനെ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ കോളിഫ്ലവർ, ക്യാബേജ് ഇതേപോലെയുള്ള ഇതിന് മാത്രം ഇതേപോലെ നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി. മണ്ണ് കയറ്റി കൊടുക്കുകയും വേണം. അതേപോലെ തന്നെ ഈ മണ്ണ് തെറിക്കാതിരിക്കാൻ ഇതേപോലെ എന്തെങ്കിലും സംവിധാനം നമ്മൾ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്